വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗൂഢകഥ അനുസരിച്ച് പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ഗലീലി ഒരു ഗോപുരത്തിൽ നിന്നും വ്യത്യസ്ത ഭാരമുള്ള വസ്തുക്കൾ ഒരേ സമയം താഴേക്ക് വീഴും എന്ന് തെളിയിക്കാൻ ഒരു പരീക്ഷണം നടത്തി. ലോകത്തിലെ 7ാമത്തെ അത്ഭുതങ്ങളിലൊന്നായതും കോടിക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതുമായ ആ ഒരു അത്ഭുതം കാണാനാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. പിസ നഗരത്തിലെത്തിയ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് ഈ കാണുന്ന ഓറഞ്ച് മരങ്ങൾ. പിസ നഗരത്തിലെ വഴികളിലും തോട്ടങ്ങളിലും അലങ്കാരത്തിനായി ഓറഞ്ച് മരങ്ങൾ കണ്ടുവരാറുണ്ട്. ഇവ വിനോദസഞ്ചാരികൾക്ക് നഗരത്തിനൊരു പ്രത്യേക സൗന്ദര്യം നൽകുന്നു. ചുറ്റുപാടുകളിൽ വലിയ തോതിൽ ഓറഞ്ച് തോട്ടങ്ങളില്ലെങ്കിലും പിസ നഗരത്തിലെ പഴയ മഠങ്ങളിലും സ്വകാര്യ ഉദ്യാനങ്ങളിലും ഓറഞ്ച് മരങ്ങൾ വളർത്തിയിരുന്നു. ചരിത്രകാലത്ത് പിസയിലെത്തിയ അറബി വ്യാപാരികളാണ് സമുദ്രത്തിലൂടെ ഓറഞ്ച് മരങ്ങളുടെ വിത്തുകൾ കൊണ്ടുവന്ന് ഇവിടെ വളർത്തിയത്. യൂറോപ്യൻ നാടുകളിലെ പ്രഭാത ഭക്ഷണം എപ്പോഴും ലഘുവായിരിക്കും. ഇറ്റാലിയൻ ഭക്ഷണ സംസ്കാരത്തിൽ കുടുംബസമേതം ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നത് വലിയൊരു ആചാരമാണ്. ഭക്ഷണം വെറും വിശപ്പിന് മാത്രമല്ല, സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും അടയാളമായാണ് അവരതിനെ കണക്കാക്കുന്നത്. ആന ആന അലറലോട് അലറൽ. ആന അലറലോട് അലറൽ. ദൃഷ്ട ദുംനൻ. പറഞ്ഞ ദൃഷ്ട ദുംനൻ. ഇറ്റലിയിലെ ടസ്കാനയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പിസ നഗരം പ്രശസ്തമായത് പിസയിലെ ഈ ചരിഞ്ഞ ഗോപുരം കൊണ്ടാണ്. ദ ലീനിങ് ടവർ ഓഫ് പിസ 1173. ഈ ഗോപുരത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് 1173-ലാണ്. പക്ഷേ ഭൂമിയുടെ മൃദുത്വം കാരണം ഗോപുരം കെട്ടിത്തുടങ്ങിയപ്പോഴേ ചെരിയാൻ തുടങ്ങി. 200 വർഷത്തോളം ഇടവിട്ടുകൊണ്ടാണ് ഗോപുരം പണിതത്. നിർമ്മാണത്തിനിടയിൽ തന്നെ ചരിവ് കൂടുതലാകുന്നത് കണ്ടപ്പോൾ പലപ്പോഴും നിർമ്മാണം നിർത്തിവെച്ചു. ഗോപുരം ഇടിഞ്ഞു വീഴുമെന്ന് കരുതിയെങ്കിലും പ്രത്യേക മണ്ണിൻ്റെ ഗുണങ്ങൾ കാരണം അത് സ്ഥിരത നേടി. 20ാം നൂറ്റാണ്ടിൽ ഗോപുരം അപകടകരമായി ചെരിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞൻ വലിയൊരു പരീക്ഷണ പ്രവർത്തനം നടത്തി. ഇപ്പോൾ അത് 3.97 ഡിഗ്രി ചെരിഞ്ഞാണ് നിലകൊള്ളുന്നത്. ഏകദേശം 56 മീറ്റർ ഉയരമുള്ള ഈ ഗോപുരം പള്ളിയുടെ മണിമാളികയാണ്. ഇവിടെയുള്ള എല്ലാവരും പിസാട്ടവരുടെ താങ്ങി നിർത്തുന്ന ആൾക്കാരാണ്. എല്ലാവരും പിസാട്ടവരുടെ താങ്ങി നിർത്തുന്നതാണ്. പിസ കത്തീഡ്രൽ സാന്താ മരിയ അസുന്തയ്ക്കായി സമർപ്പിച്ച വലിയ പള്ളിയാണിത്. ഗോപുരം കത്തീഡ്രലിൻ്റെ ഭാഗമായാണ് കണക്കാക്കപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ബാപ്റ്റിസ്റ്ററിയും പുരാതന ശ്മശാന സമുച്ചയവും ഗോപുരത്തിനടുത്തുള്ള ഒരു ചരിത്ര പൈതൃക സ്ഥലവുമെല്ലാമാണിത്. പച്ചപ്പുള്ള പുൽപ്പേടുകൾ, തുറസായ സ്ഥലം, വിനോദസഞ്ചാരികളുടെ തിരക്ക് ഇവയൊക്കെയാണ് പ്രത്യേകതകൾ. വിനോദസഞ്ചാരികൾക്ക് ഗോപുരത്തിനൊപ്പം ചായുന്ന പോലെ ഫോട്ടോ എടുക്കുന്നതാണ് ഏറ്റവും പ്രശസ്തം. No, 2 more. Yes. No. Thank you very much.
മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് പ്രശസ്തമായ ഈ ബാപ്റ്റിസ്റ്ററിയിലാണ് ലോകപ്രശസ്തനായ ഗലീലിയോ ഗലീലിയുടെ മാമോദിസ നടന്നിരിക്കുന്നത്. ഇരുന്നൂറ് വർഷം കൊണ്ടാണ് ഗോപുരം പൂർണ്ണമായത്. ചിലപ്പോൾ ഗോപുരം തകർന്നു വീഴുമെന്ന് ഭയന്ന് പണിയാതെ വെച്ചു. എന്നാൽ ഒരിക്കലും അത് ഇടിഞ്ഞു വീഴാതെ ചരിഞ്ഞ നിലയിൽ തന്നെ സ്ഥിരമായി നിന്നു. ആയിരത്തി 1990 ഗോപുരം അപകടകരമായി വളരെയധികം ചെരിഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞൻ ഒരു പരീക്ഷണം നടത്തി. ഭൂമിയെ കരുത്താക്കുകയും ഗോപുരത്തിന് താഴെ നിന്ന് മണ്ണെടുത്തു മാറ്റുകയും ചെയ്തു. അങ്ങനെ ഇന്നും അത് ചെരിഞ്ഞാണെങ്കിലും സുരക്ഷിതമായി നിലകൊള്ളുന്നു. മൊണാലിസ, ദ ലാസ്റ്റ് സപ്പർ എന്നീ ചിത്രങ്ങൾ നമുക്ക് സമ്മാനിച്ച ലിയനാർഡോ ഡാവിഞ്ചിയുടെ നാടാണിത്. അതുപോലുള്ള ഒരുപാട് കലാകാരന്മാരെ നമുക്ക് ഈ തെരുവുകളിൽ കാണാൻ സാധിക്കും. ചിത്രകല, ശില്പകല, സംഗീതം, നാടകം എല്ലാം ചേർന്നതാണ് ഇറ്റാലിയൻ കലയുടെ സമ്പത്ത്. ഇന്നും ലോകമെമ്പാടുള്ള കലാകാരന്മാർക്ക് ഇറ്റലി ഒരു പ്രചോദനമാണ്. ഞങ്ങളുടെ പിസ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ചരിഞ്ഞ ഗോപുരത്തിൻ്റെ അത്ഭുതം നേരിൽ കാണുകയും നഗരത്തിലെ തത്വങ്ങളും കഫേകളിലെ സ്വാദിഷ്ട ഭക്ഷണങ്ങളും പാതയിലുടനീളമുണ്ടാകുന്ന ഇടപെടലുകളും എല്ലാം ഈ യാത്രയുടെ ഭാഗമായി ഞങ്ങൾ ആസ്വദിക്കുകയുണ്ടായി. ഇടയ്ക്കിടെ പുതിയ സ്ഥലങ്ങൾ, രസകരമായ അനുഭവങ്ങൾ, കലയും ചരിത്രവും നിറഞ്ഞ യാത്രകളുമായി വീണ്ടും കാണാം.